Augmented matrices and elementary row operations. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പറയുന്നത് ഓഗുമെൻറ്റഡ് മെട്രിക്സ് ആണ്. അപ്പോൾ ഓഗുമെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്കറിയാം സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു a11 x1 plus a12 x2 plus etc plus a1n xn equals b1 etc am1 x1 plus am2 x2 plus etc plus amn xn equal to bn. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി ഇതിൽ വെച്ചിട്ട് നമ്മൾ സൊല്യൂഷൻ കാണണം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ x1 x2 അതിൻ്റെയൊക്കെ വാല്യൂസ് നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് കാണണം. അപ്പോൾ നമ്മൾ അതിന് ഒരു മെത്തേഡ് ഫസ്റ്റ് നമ്മൾ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് മെത്തേഡിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സിസ്റ്റത്തിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ഒരു റെക്റ്റാങ്കുലർ അറേയിൽ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട് a11 a12 എക്സെട്ര a1n b1 a21 a22 എക്സെട്ര a2n b2 എക്സെട്ര am1 am2 എക്സെട്ര amn bm. അതിൽ നോക്കി നോക്ക് a11 a12 എന്നൊക്കെ ഉള്ളതൊക്കെ എന്താണ്, നമ്മളെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലെ x1ൻ്റെ x2ൻ്റെ ഒക്കെ കോഎഫിഷ്യൻ്റ് ആണ്. ലാസ്റ്റ് കോളം b1 b2 എന്ന് പറഞ്ഞത് എന്താണ്, റൈറ്റ് സൈഡിൽ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ വന്നിട്ടുള്ള ആളാണ് b1 b2 എക്സെട്ര b എന്നുള്ളത്. ഈ മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഓഗുമെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. x1 plus x2 plus 2x3 equal to 9, 2x1 plus 4x2 minus 3x3 equal to 1, 3x1 plus 6x2 minus 5x3 equal to 0. അപ്പോൾ അതിൻ്റെ ഓഗുമെൻറ്റഡ് മെട്രിക്സ് എന്താ പറയുന്നത്, അതായത് നമ്മൾ ആ കോഎഫിഷ്യൻസ് എടുത്ത് എഴുതുകയാണ് 1 1 2. പിന്നെ നമ്മൾ ഫസ്റ്റ് റോയിൽ ആര് വരും, നമ്മൾ b1, അതായത് ഫസ്റ്റ് റോയുടെ റൈറ്റ് സൈഡിലുള്ളത്. അപ്പം 9 നമ്മൾ ഫസ്റ്റ് റോ ഇവിടെ എഴുതി. അത് കഴിഞ്ഞ് സെക്കൻഡ് റോയിൽ എന്ത് വരും, 2 4 minus 3 1. ഇനി അടുത്തത് എന്ത് വരും, 3 6 minus 5 0. അപ്പോൾ അതാണ് നമ്മൾ ഓഗുമെൻറ്റഡ് മെട്രിക്സ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കിവിടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2x1 plus 2x2 plus x4 equal to 7, x1 minus 3x2 plus 4x3 minus x4 equal to 8, x2 plus x3 plus x4 equal to 5, x1 minus 4x2 minus 2x3 plus 2x4 equal to 6. അപ്പം നമുക്കിതിൻ്റെ ഓഗുമെൻറ്റഡ് മെട്രിക്സ് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മെട്രിക്സ് ഇട്ടു. നമ്മളെന്താണ് കോഎഫിഷ്യൻസ് നോക്കി. അപ്പോൾ 2 2, പക്ഷെ നമ്മൾ x3 അവിടെ ഇല്ല. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിട്ട് എഴുതണം, 0 ആയിട്ട് എഴുതണം. x4ൻ്റെ 1, നമ്മൾ b1 ഇവിടെ 7. അടുത്തത് എന്താ വരുന്നത്, 1 minus 3 4 minus 1 8. നെക്സ്റ്റ് ഇക്വേഷനിൽ x1 ഇല്ല, അപ്പോൾ അത് ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ. 0 1 1 1 5. ഇനി അടുത്ത ഇക്വേഷനിൽ എന്താണ്, 1 minus 4 minus 2 2 6. ഇപ്പോൾ നമുക്കൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്ന് അതിൻ്റെ ഓഗുമെൻറ്റഡ് മെട്രിക്സ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഈ സിസ്റ്റത്തിന് ഇതിനൊക്കെ വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ഓഗുമെൻറ്റഡ് മെട്രിക്സ് കണ്ടുപിടിച്ചു. അതിൻ്റെ ഉദ്ദേശം എന്താണ്, നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നാൽ അതിൻ്റെ x1 ഇപ്പോൾ ഈ ഇക്വേഷനിലാണെന്നുണ്ടെങ്കിൽ x1 x2 x3 x4 കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓഗുമെൻറ്റഡ് മെട്രിക്സ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ എന്താണ്, ഫസ്റ്റ് നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടത് എലമെൻ്ററി റോ ഓപ്പറേഷനാണ്. എലമെൻ്ററി റോ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്പറേഷൻസ് മെട്രിക്സിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മെട്രിക്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എന്താണെന്നാണ് പറയുന്നത്. എലമെൻ്ററി റോ ഓപ്പറേഷൻ 3 ഓപ്പറേഷൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താ പറയുക വെച്ചാൽ മൾട്ടിപ്ലൈ എ റോ ത്രൂ ബൈ എ നോൺ സീറോ കോൺസ്റ്റൻറ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റോനെ ഒരു സീറോ അല്ലാത്തൊരു കോൺസ്റ്റൻറ്റ് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് x1 plus x2 plus x3 equal to 5 ആണ്. അപ്പം നമുക്കതിൻ്റെ മെട്രിക്സ് നമ്മൾ ഓഗുമെൻറ്റഡ് മെട്രിക്സ് എഴുതുമ്പോൾ അവിടെ എന്ത് വരും, ഇതേപോലെ 1 1 1 5. നമ്മളതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അതായത് അപ്പോൾ എന്ത് വരും, 2 2 2 10 വരും. ഇനി നമ്മളെ സെക്കൻഡ് ഓപ്പറേഷൻ പറഞ്ഞത് ഇൻ്റർചേഞ്ച് 2 റോസ്. നമുക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നമ്പർ എഴുതിയിട്ടില്ല. R1 എന്നുള്ള റോ ഉണ്ട്, R2 എന്നുള്ള 2 റോ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റോനെ പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. R2 R1 ആക്കാൻ പറ്റും. ഇനി തേർഡ് എന്ന് പറഞ്ഞത് എന്താണ്, ആഡ് എ കോൺസ്റ്റൻറ്റ് ടൈംസ് 1 റോ ടു അനദർ. അപ്പോൾ നമുക്ക് R1 എന്നുള്ള റോ ഉണ്ട്, R2 എന്നുള്ള റോ ഉണ്ട്.
അപ്പം നമ്മൾ അതായത് നമുക്ക് എന്താ പറഞ്ഞത്, ആഡ് എ കോൺസ്റ്റൻറ്റ് ടൈം 1 റോ. ഫസ്റ്റ് റോനെ നമ്മളൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും, 2R1 ടു അനദർ. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, R1 R2ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, R2 + 2 R1 നമുക്ക് ചെയ്യാൻ പറ്റും എന്ന്. അപ്പോൾ അവിടെ പ്ലസ് എന്നുള്ളത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മൈനസ് ടൈം ആക്കാം. അതായത് R2 + -2R1 -2 എന്നുള്ള നമ്പറാണ് പറഞ്ഞത്, നെഗറ്റീവ് പോസിറ്റീവ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതെന്താ വരിക, അതായത് ഇപ്പോൾ R2 + -2R1 എന്ന് പറഞ്ഞാൽ അതെന്താ വരിക, അവിടെ R2 - 2R1. അതേപോലെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം നമുക്ക് R1നെ എന്താക്കാൻ പറ്റും പറഞ്ഞു, 2R1 എന്ന് എഴുതാൻ പറ്റും. ഇനി ഇവിടെ ഡിവിഷൻ വരെ എപ്പോഴാണെന്ന് അറിയോ, R1നെ നമ്മൾ 1/2 × R1 എന്ന് പറഞ്ഞാൽ അതെന്താ വരുന്നത്, R1/2. അതായത് മൾട്ടിപ്ലിക്കേഷനാണ് 1/2 എന്നുള്ള ടേം. ഇനി നമുക്ക് എലമെൻ്ററി ഓപ്പറേഷൻ വെച്ചിട്ടൊരു പ്രോബ്ലം പറയുന്നുണ്ട്. ഇവിടെ നോക്കി നോക്ക്. അതായത് നമ്മൾ പ്രോബ്ലം അതാണ് പറഞ്ഞത്, സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ബൈ എലമെൻ്ററി റോ ഓപ്പറേഷൻസ്. അങ്ങനെ നമുക്കൊരു കുറച്ച് ഇക്വേഷൻ തന്നിട്ടുണ്ട്. x + y + 2z = 9, 2x + 4y - 3z = 1, 3x + 6y - 5z = 0. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുക. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ത് വരും, 1 1 2 9, 2 4 - 3 1, 3 6 - 5 0. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റിനെ 1 ആക്കുക. എന്താക്കണം, ഞാൻ ഇനിയിപ്പോൾ അങ്ങനെ 1 എഴുതിയിട്ടില്ല, 1. അതായത് A11 എന്താവണം, 1 ആവണം. A11 ആയ അടുത്ത സ്റ്റെപ്പ് A21 0 ആകണം. അടുത്ത സ്റ്റെപ്പിൽ A31 0 ആകണം. ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ, ഫസ്റ്റ് പറഞ്ഞാൽ 3 സ്റ്റെപ്പായിട്ട് നമ്മളത് ചെയ്തു. അത് കഴിഞ്ഞാൽ നമ്മൾ A22 1 ആക്കണം. ഇതിപ്പോൾ ഇവിടെ 3 ആളുടെ കേസാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് XYZ എന്നുള്ളത് എങ്ങനെയാ വെച്ചാൽ അതുപോലെ. A22 1 ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് A12 0 ആക്കണം, A32 0 ആക്കണം. അത് കഴിഞ്ഞാൽ അടുത്ത ടേമിൽ A33 1 ആക്കണം. ഒരു മിനിറ്റ്, A33 1 ആക്കണം. അപ്പം അത് നമ്മളെന്ത് ചെയ്യണം, A23 അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് കേട്ടോ. A23 0 ആക്കണം. അത് കഴിഞ്ഞ് A13 0 ആക്കണം. അപ്പം ഈ ഒരു ടേമിലുണ്ടല്ലോ, ഇതിപ്പോൾ A12 ഞാൻ ഇവിടെ എഴുതിയെന്ന് വിചാരിക്കുക. അപ്പം എന്ത് വരിക, 0 1 0. അപ്പം നിങ്ങൾക്കറിയാം, അപ്പം ആ മെട്രിക്സ് എന്തായി മാറും, ഫസ്റ്റ് ടേം 1 ആക്കി, താഴെയുള്ളത് 0 ആക്കി, പിന്നെ 0 അതായത് അടുത്ത ടേം, പിന്നെ സെക്കൻഡ് റോയിലെ സെക്കൻഡ് ടേം 1 ആക്കി, മുകളിലും താഴെയും 0 ആക്കി, പിന്നെ തേർഡ് ടേം 1 ആക്കി, മുകളിൽ എന്താക്കി, 0 ആക്കി. ഇതെന്തായി, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയില്ലേ. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു വാല്യൂ വന്നിട്ടുണ്ടാവും. എനിക്ക് വാല്യൂ അറിയില്ല, അതുകൊണ്ട് ഇവിടെ ഞാൻ A എന്ന് കൊടുക്കുകയാണ്. ABC കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് ഇട്ടിട്ടുണ്ടാവും. അതായത് x = A, y = B, z = C. അപ്പം നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ആണ് ലാസ്റ്റ് കോളത്തിൽ നമുക്ക് വരുന്നത്. അപ്പം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. അപ്പം നമ്മളുടെ മെട്രിക്സ് വന്നിട്ടുള്ളത് 1 1 2 9,
2, 4, -3, 1. 3, 6, -5, 0. ഇതാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റിനെ 1 ആക്കുക എന്ന് പറഞ്ഞു. ഇവിടെ 1 തന്നെ അല്ലേ, അപ്പം നമുക്കിനി ഒന്നും ചെയ്യണ്ട. അപ്പോൾ ആ റോ അങ്ങനെ എഴുതി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് റോയിലെ സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ R2നെ നമ്മൾ എന്താക്കി മാറ്റണം? 1ൻ്റെ നേരെ താഴെ എന്താ വരുന്നത്? 2 ആണ് വരുന്നത്. ആ 2നെ 0 ആക്കണം. അപ്പം നമ്മൾ ചെയ്യുന്നത് R2നെ R2 - 2R1 ചെയ്യാണ്. ഈ R1 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? R2ൽ R3നെ 0 ആക്കേണ്ടത്. അപ്പം നോക്ക്, ഫസ്റ്റ് എലമെൻറ്റ് 2 - 2R1. 2R1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 2 × 1. ഇവിടെ 0 വന്നു. അടുത്തത് എന്ത് വരും? 4 - 2 അല്ലേ? 2 വരും. അടുത്തത് എന്ത് വരും? -3 - 2 × 2 -4. -3 - 4 -7. അടുത്തത് എന്താ വരിക? 1 - 2 × 9 18. അപ്പോൾ 1 - 18 -17. തേർഡ് റോ അതുപോലെ എഴുതി. 3, 6 -5 0. ഇനി നമ്മൾ തേർഡ് റോനെ മാറ്റുകയാണ്. അപ്പോൾ ഫസ്റ്റ് റോ വെച്ച് തേർഡ് റോനെ മാറ്റണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് റോ അതുപോലെ എഴുതി. സെക്കൻഡ് റോ എഴുതി. തേർഡ് റോനെ 3 ആണ് അവിടെ നമ്പർ. അപ്പം നമ്മൾ R3നെ എങ്ങനെ മാറ്റുന്നത്? R3 - 3R1. അപ്പം എന്താ വരിക? 3 × 1. 3 - 3 × 1 0. 6 - 3 × 1 3. അടുത്തത് ശ്രദ്ധിക്കട്ടോ. -5 - 3 × 2 6. അപ്പം -5 - 6 -11. അടുത്തത് എന്താ വരിക? 0 - 3 × 9 -27. ഇപ്പം നമുക്ക് 2 ഓപ്പറേഷനാണ് ചെയ്തത്. 2 സ്റ്റെപ്പിലായിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഫസ്റ്റ് റോ അല്ലേ? ഫസ്റ്റ് റോയിൽ നോക്ക് 1 ആയി. 1ന് താഴെയുള്ള എലമെൻറ്റ്സ് എന്തായി മാറി? 0 ആയി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റിനെ 1 ആക്കണം. ഇവിടെ നമുക്ക് 2 ആണ്. അപ്പോൾ 2നെ 1 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? R2നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 1/2 R1 സോറി 1/2 R2 ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്താ വരിക? 1 ഫസ്റ്റ് റോക്ക് ചേഞ്ച് വരില്ലല്ലോ. 1 1 2 9 0 2 -7 -17. സോറി, സെക്കൻഡ് റോ മാറ്റിയില്ല. 2 1 ആയി. -7/2 -17/2. അടുത്തത് അതേപോലെ എഴുതുക. 0 3 -11 -27. ഇനി ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് എന്താണ്? സെക്കൻഡ് റോനെ മാറ്റി. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ്? ഫസ്റ്റ് റോയിലെ ഈ 1ൻ്റെ മുകളിലുള്ള, അതായത് ഈ 1നെയും 0 ആക്കണം, ഈ 3നെയും 0 ആക്കണം. അപ്പം നമുക്ക് ആദ്യം R3 ചെയ്യാം, അല്ലെങ്കിൽ R1 ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ R1 തന്നെയാണ് ചെയ്യുന്നത്. R1 ചെയ്യുമ്പോൾ 1 ആണ്. 1 - 1 എന്താണ്? 0 ആണ്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല. നമുക്ക് R1നെ എന്തെഴുതാൻ പറ്റും? R1 = R2 R1 - R2 എന്ന് എഴുതാം. അപ്പോൾ എന്താ വരിക? 1 1 - 1 0 1 1 - 1 0. അടുത്തത് നോക്ക്. 2 - -7/2 2 - -7/2. അപ്പോൾ 2 + 7/2 2 + 7/2 എന്ന് വരുമ്പോൾ ആരാ വരുന്നത്? 2 × 2 4 4 + 7/2 എന്ന് വരും. അതായത് 11/2. അടുത്തത് അതേപോലെ എന്താ വരുന്നത്? 9 വീണ്ടും -7/2. അപ്പോൾ 9 + 17/2 വരും. 2 × 9 എത്ര വരും?
18 പ്ലസ് 17 35/2 എന്ന് വരും. അടുത്തത് അതേപോലെ 0 1 മൈനസ് 7/2 മൈനസ് 17/2. ഞാൻ തേർഡ് റോ എഴുതുന്നില്ല, നമുക്ക് 0 3 മൈനസ് 11. അപ്പോൾ R3 വരിക 0 3 മൈനസ് 11 മൈനസ് 27. -27 ഞാൻ എഴുതുന്നില്ല, എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ സ്ഥലമില്ല. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് എഴുതാൻ പോവാണ്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, നമ്മൾ R3യുടെ സെക്കൻഡ് ടേമിനെ, അതായത് 1ൻ്റെ താഴെയുള്ള 3നെ നമ്മൾ എന്താക്കണം, 0 ആക്കണം. 3നെ 0 ആക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ R2 വെച്ചിട്ട് നമ്മൾ R3നെ R3 മൈനസ് 3R2 ചെയ്തു വിചാരിക്കും. അതായത് R3നെ R3 മൈനസ് 3R2 ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് വരും, ആ സെക്കൻഡ് ടേം 0 ആയിട്ട് വരും. അതായത് ഫസ്റ്റ് റോ നമുക്ക് അതേപോലെ തന്നെ വരും, 1 0 11/2 35/2 0 1 മൈനസ് 7/2 മൈനസ് 17/2. അടുത്തത് വരുമ്പോൾ എന്ത് വരും, 0 3R2 എന്ന് വരുമ്പോൾ എന്ത് വരും, 0 വരും. പിന്നെ -11 മൈനസ് 3 ഇൻറ്റു മൈനസ് 7/2. അപ്പോൾ അതെന്താ വരിക, -11 പ്ലസ് 21/2 എന്ന് വരും അല്ലേ. -11 പ്ലസ് 21/2. ഇനി അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, -22 പ്ലസ് 21/2, അതായത് -1/2. ഇനി അടുത്ത ടേം എന്താ വരുന്നത്, -27. അതിനെ മാറ്റാൻ നമുക്കെന്താ വരിക, -27 മൈനസ് 3R2 ആണ്. അപ്പോൾ മൈനസും മൈനസും പ്ലസ് ആവും. കാരണം എന്താണ്, 3 ഇൻറ്റു 17/2. 3 ഇൻറ്റു 17 എന്ന് പറഞ്ഞാൽ 15/1/2. ഇനി എന്ത് ചെയ്യണം, നമുക്ക് 2 ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു 27 എന്ത് വരും, -54 പ്ലസ് 51/2. അത് -54 പ്ലസ് 51 എന്ത് വരും, -3/2. യെസ്. അപ്പം നമുക്ക് എന്ത് കിട്ടി, ഈ മാട്രിക്സ് എങ്ങനെയായിട്ട് വന്നു, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആയി, അതിൻ്റെ താഴെയുള്ളത് 0 ആയി. സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് 1 ആയി, അതിൻ്റെ മുകളിലും താഴെ 0 ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, തേർഡ് റോയിലുള്ള ഈ -1/2 എന്താക്കണം, 1 ആക്കണം. -1/2 1 ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ -1/2 ഇൻറ്റു -2 ചെയ്താൽ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, R3നെ -2 വെച്ചിട്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായി, ഞാൻ ആ മെട്രിക്സ് എടുത്ത് എഴുതിയിട്ടുണ്ട്. 1 0 11/2 35/2 0 1 -7/2 -17/2 0 0. -1/2 ഇൻറ്റു -2 എന്ന് വരുമ്പോൾ എത്രയാവും, 1 വരും. പിന്നെ -3/2 ഇൻറ്റു -2 എന്ന് വരുമ്പോൾ അതെന്തായി മാറും, 3 ആയി. ഇപ്പം നമുക്ക് എന്തായി, ലാസ്റ്റ് റോയിൽ 0 0 1 3 എന്ന് വന്നു. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഈ തേർഡ് റോയിലെ തേർഡ് എലമെൻറ്റിൻ്റെ മുകളിലുള്ള -7/2 എന്താക്കണം, 0 ആക്കണം. 11/2 എന്താക്കണം, 0 ആക്കണം. അപ്പം ഞാൻ അടുത്ത സ്റ്റെപ്പിൽ രണ്ടും ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് 11/2 0 ആക്കുകയാണ്. 11/2 0 ആക്കുക എന്ത് ചെയ്താൽ മതി, അതായത് തേർഡ് റോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 11/2 മൈനസ് 11/2 ഇൻറ്റു R3. അപ്പോൾ നമ്മൾ R1നെ നമ്മളെന്ത് ചെയ്യാണ്, R1 ഗീസ് R1 മൈനസ് 11/2 ഇൻറ്റു R3. അപ്പോൾ എന്താ വരുന്നത്, നമുക്ക് റോ വരിക 1 0 0. പിന്നെ ആരാളുള്ളത്, 35/2 ഉണ്ട്. 35/2 മൈനസ് 11/2 ഇൻറ്റു 3 വരും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാനും മൈനസ് ചെയ്യാനും ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ 35 മൈനസ് 3 ഇൻറ്റു 11 എത്ര വരും, 33. ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ 35 മൈനസ്
33 2/2 വരും. 2/2 എന്താണ് 1 ആണ്. അതായത് 35 ഞാനിവിടെ ചെയ്യണം 35 മൈനസ് 33/2 2/2 1 അല്ലേ. ഇനി അടുത്ത ടേം ഞാൻ അതുപോലെ എടുത്തെഴുതി 0 1 മൈനസ് 7/2 മൈനസ് 17/2 0 0 1 3. ഇത് -7 ആണ് കേട്ടോ, അതായത് സെക്കൻഡ് റോയിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് റോയിലെ -7/2 എന്താക്കണം 1 ആക്കണം. -7/2 R3 ഉപയോഗിച്ചിട്ട് 1 ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതായത് -7/2 പ്ലസ് 7/2 ഇൻറ്റു 1 കൊടുത്താൽ പോരെ. അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ R2നെ R2 പ്ലസ് 7/2 R3 ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താ വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 1 0 0 1 0 1. അടുത്ത -7/2 പ്ലസ് അത് എന്താവും 0 വരും. പിന്നെ അവിടെ ഉള്ളത് ആരാണ്, -17/2 ആണ്. -17/2 പ്ലസ് 7/2 ഇൻറ്റു 3. അപ്പോൾ എന്താ വരിക, -17 പ്ലസ് 21/2 അതെത്ര വരുന്നത് 4/2 എന്താ വരിക 2. അടുത്ത റോ അതുപോലെ എഴുതും 0 0 1 3. ഇപ്പം നോക്കി നോക്ക്, നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇതുവരെ എന്താണ് ആ ഭാഗം നോക്ക് 1 0 0 0 1 0 0 0 1 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയി. ഇനി ഈ വരുന്ന 1 2 3 എന്നുള്ളതാണ് നമ്മൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ്. എക്സ് ഈക്വൽസ് 1, വൈ ഈക്വൽസ് 2, സെഡ് ഈക്വൽസ് 3. അപ്പോൾ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് എലമെൻ്ററി റോ ഓപ്പറേഷൻ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, റോ ഓപ്പറേഷൻസ് നടത്തുക. ശ്രദ്ധിക്കുക, റോ ഓപ്പറേഷൻ, കോളം അല്ല, റോ ഓപ്പറേഷൻസ്. എന്നിട്ട് നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കി അതിന് ശേഷമുള്ളതാണ് നമുക്ക് എന്ത് വരുന്നത്, ആ സൊല്യൂഷൻ വരുന്നത്.